നമുക്കൊപ്പം നോബൽ മാരിക്കാരനാണ് ആദ്യം ചേരുന്നത്. ദേശീയ വാർത്തകളും വിശേഷങ്ങളുമായി. നോബൽ, വെരി ഗുഡ് മോർണിംഗ്. തണുത്ത പ്രഭാതമാണ് ഡൽഹിയിൽ ഇന്ന്. പക്ഷേ വാർത്ത കൊണ്ട് ചൂടുപിടിക്കുകയാണ് ഡൽഹിയുടെ രാഷ്ട്രീയ അന്തരീക്ഷം. ജന്തർ മന്ദറിലേക്ക് 11 മണിക്ക് കേരളത്തിലെ മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കാൽനടയായി എത്തിച്ചേരും. അതിനുശേഷമാണ് പ്രതിഷേധ സമരം തുടങ്ങുക. നമ്മൾ സമഗ്ര കവറേജ് പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ ദില്ലി പ്രതിഷേധത്തിന് ദില്ലി ഒരുങ്ങിക്കഴിഞ്ഞോ? കേരള ഹൗസിൽ മന്ത്രിമാരൊക്കെ തയ്യാറെടുപ്പ് തുടങ്ങിയോ? വെരി ഗുഡ് മോർണിംഗ് അരുൺ. നല്ല തണുത്ത പ്രഭാതമാണെങ്കിൽ പോലും വലിയ ചൂടേറിയ ചർച്ചകൾക്കും ഒപ്പം സമരത്തിനുമാണ് ഇന്നിപ്പോൾ ദില്ലി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നാണ് ഏറ്റവും യാഥാർത്ഥ്യം. ഞാൻ ഉള്ളത് ദില്ലി കേരള ഹൗസിന് മുന്നിലാണ്. കേരളത്തിലെ മന്ത്രിമാർ അതോടൊപ്പം തന്നെ മറ്റു നേതാക്കൾ എല്ലാം കേരള ഹൗസിലുണ്ട്. MLA മാർ ഉൾപ്പെടെയുള്ളവർക്ക് മറ്റു സ്ഥലങ്ങളിലാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. ഇന്നാണ് കേരളത്തിന്റെ സമരം. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഫ്ലെക്സ് ബോർഡുകൾ കാണാം. നമ്മുടെ മന്ത്രിമാരുടെയൊക്കെ ചിത്രങ്ങൾ വെച്ച ഫ്ലെക്സ് ബോർഡുകളുണ്ട്. അത്തരത്തിൽ ബോർഡുകളൊക്കെ ഒരുക്കി അത്തരത്തിലൊരു സമരാന്തരീക്ഷം എന്താണെങ്കിലും ദില്ലിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ജന്തർ മന്ദറിലെ പ്രതിഷേധം എന്ന് പറയുന്നത് സ്വാഭാവികമായും കേരളത്തിനെതിരെ, പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ അവഗണനയ്ക്ക് എതിരെ നടക്കുന്ന പ്രതിഷേധമാണ്. ഈ പ്രതിഷേധത്തെ പരമാവധി രാജ്യവ്യാപകമായി തന്നെ പ്രചരണം കൊടുക്കുക എന്നാണ് പ്രധാനമായും കേരളം ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായതാണ്. ഇന്നിപ്പോൾ 11 മണിയോടെ ജന്തർ മന്ദറിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടെ നിന്ന് മാർച്ച് ചെയ്ത് പോകും. അതിനുശേഷമായിരിക്കും അവിടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ആരംഭിക്കുക. വലിയ തരത്തിൽ, പ്രത്യേകിച്ച് ഇത് ആരെയും തോൽപ്പിക്കാനല്ല, മറിച്ച് ജന്തർ മന്ദറിൽ നിന്ന് കഷ്ടിച്ച് 200 മീറ്റർ ദൂരമേ ഉള്ളൂ. ഈ കേരള ഹൗസിൽ നിന്ന് കഷ്ടിച്ച് 200 മീറ്റർ ദൂരമേ ഉള്ളൂ ജന്തർ മന്ദറിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇന്ന് സമരം നടക്കാൻ പോകുന്ന വേദിയിലേക്ക് കൂടി ഒന്ന് നടന്നു പോയാൽ നന്നായിരിക്കും. എങ്ങനെയാണ് ആ ജന്തർ മന്ദറിലേക്ക് കേരള ഹൗസിൽ നിന്ന് പോവുക? 11 മണിക്ക് മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരും ഇറങ്ങി ഈ വേദിയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് എന്ന് കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. തീർച്ചയായും ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഇതാണ് കൊച്ചിൻ ഹൗസ്. ഇവിടെയാണ് മുഖ്യമന്ത്രി ഉള്ളത്. മുഖ്യമന്ത്രി ഇവിടെയാണുള്ളത്. തൊട്ടപ്പുറേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേരള ഹൗസ് കാണാൻ കഴിയും. ഇവിടെയാണ് മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളത്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടി ഈ പ്രദേശത്തേക്ക്, ഞാനീ നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് എത്തും. ഇവിടെ നിന്ന് കേരള ഹൗസിന്റെ ഈ ഗേറ്റ് വഴി മന്ത്രിമാരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും പുറത്തേക്ക് പോകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇന്ന് ഈ കൊച്ചിൻ ഹൗസിൽ ഈ വശത്ത്, അതായത് ഈ കാണുന്ന ആദ്യ ഭാഗത്ത് മുഖ്യമന്ത്രിയാണ് താമസിക്കുന്നതെങ്കിൽ അതിൻ്റെ അപ്പുറേ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇന്നിപ്പോൾ ദില്ലിയിൽ ചില പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അനുമതി ഉണ്ട് എന്നാണ്. അതായത് ഒരു കൂരയ്ക്ക് കീഴിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഉണ്ട് എന്ന പ്രത്യേകത കൂടി ഇന്നിപ്പോൾ ദില്ലിയിലുണ്ട്. കേന്ദ്രത്തിനെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. അത്തരത്തിൽ പ്രതിഷേധം നടക്കുമ്പോഴും ഗവർണർ ദില്ലിയിൽ ഉണ്ട് എന്നാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ജന്തർ മന്ദറിലേക്കുള്ള യാത്ര പറയുകയാണെങ്കിൽ ഇതാണ് കേരള ഹൗസിന്റെ പ്രധാന കവാടം. ഈ കവാടം വഴിയാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് അരുൺ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 250 മീറ്റർ അകലെ മാത്രമാണ് ജന്തർ മന്ദിർ ഉള്ളത്. ആ ജന്തർ മന്ദിറിലേക്ക് വലിയ രീതിയിൽ തന്നെ ഇവർ പ്രതിഷേധമായി പോകും. അതിനുള്ള സജ്ജീകരണങ്ങൾ എല്ലാം ഏറെക്കുറെ ഒരുക്കിയിട്ടുണ്ട്. ഈ കേരള ഹൗസിന് പുറത്ത് നമുക്ക് ഒരുപാട് ഫ്ലെക്സ് ബോർഡുകൾ കാണാൻ കഴിയും. നോക്കിക്കഴിഞ്ഞാൽ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനസംസ്കൃതിയും അതോടൊപ്പം തന്നെ മറ്റു സംഘടനകളൊക്കെ വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അത്തരത്തിൽ ഉള്ള ഒരുക്കങ്ങൾ കേരള ഹൗസിന് മുന്നിലും, പ്രത്യേകിച്ച് ഈ കേന്ദ്രത്തിനെതിരായ സമരത്തെ പരമാവധി പ്രചാരണം നൽകുക എന്ന ലക്ഷ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല സംഘടനകളുടെയും ഭാഗത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ജന്തർ മന്ദറിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത്. ഈ റോഡിൽ നിന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ബാരിക്കേഡുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. സാധാരണ ദില്ലിയിൽ നിരന്തരം സമരങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ജന്തർ മന്ദിർ. അതുകൊണ്ട് തന്നെ എപ്പോഴും ബാരിക്കേഡുകളും അത്തരത്തിൽ പോലീസ് സംവിധാനവും ഒക്കെ എപ്പോഴും ഉള്ള സ്ഥലമാണ്. ബാരിക്കേഡുകളൊക്കെ ഇതോടൊപ്പം തന്നെ നിരത്തി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇന്നലെ നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെ കർണാടക സർക്കാരിൻ്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉള്ള ബാരിക്കേഡുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിന്ന് മാറ്റാതെ തന്നെ തുടരുകയാണ്. കാരണം ഇന്ന് കേരളത്തിലെ പ്രതിഷേധം ഉണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. മൊത്തം 1000 ആളുകൾക്കാണ് ഈ പ്രതിഷേധത്തിലേക്ക് അനുമതിയുള്ളത്. പക്ഷേ 1000 ആളുകളെ ഒരുമിച്ച് അനുവദിക്കില്ല എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് 500 ആളുകൾ വീതമെങ്കിലും പങ്കെടുക്കണം എന്നതാണ് ഇതിലൊരു നിർദ്ദേശം. നമുക്ക് ദൂരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, അത്തരത്തിൽ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സ്റ്റേജിൻ്റെ പിൻവശം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. അങ്ങകലെ ആ കാണുന്നതാണ് കേരളത്തിൻ്റെ സ്റ്റേജ്. ആ സ്റ്റേജിൻ്റെ, അതായത് നേരത്തെ കർണാടക സ്റ്റേജ് ഇന്നലെ അവിടെ തന്നെയായിരുന്നു ഒരുക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സ്റ്റേജ് 3 തട്ടുകളായാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമായും അതായത് ആദ്യത്തെ തട്ടിൽ മുഖ്യമന്ത്രി, അതോടൊപ്പം മന്ത്രിമാർ, അതിനു താഴെ MP മാർ, അതിനു താഴെ MLA മാർ എന്ന രീതിയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ ഒരു ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. എന്നാലും നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രധാനമായും സമരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇന്ത്യയിൽ പരമാവധി ഒരു പ്രചരണം കൊടുക്കുക, രാജ്യത്ത് മൊത്തം ഈ സമരത്തിൽ പ്രചരണം കൊടുക്കുക എന്ന ലക്ഷ്യം കേരളത്തിനുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെ ഉൾപ്പെടെ ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ആ നേതാക്കൾ പ്രധാനമായും ശരത് പവാർ, അതോടൊപ്പം തന്നെ ആം ആദ്മി നേതാക്കൾ അരവിന്ദ് കെജ്രിവാൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, ഭഗവന്ത് മാൻ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നേതാക്കൾ ഒക്കെ എത്തുമെന്ന് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്താണ്.
എന്താണെങ്കിലും ഇവിടെ നിന്ന് 250 മീറ്റർ അകലെയാണ് ജന്തർ മന്ദിർ ഉള്ളത്. ഇപ്പോൾ ആ സൈഡിലൊക്കെ വാഹനങ്ങളും പോലീസ് വാഹനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത് നോബൽ സമരത്തിന്റെ ഇന്നിപ്പോ ഭാഗമായാണ്. നടക്കാൻ സാധ്യതയുള്ളത് 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മറ്റു മന്ത്രിമാർ ഈ ജന്തർ മന്ദിറിലേക്ക് കേരള ഹൗസിൽ നിന്ന് കാൽനടയായിട്ട് എത്തും. 11 മണിക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രി സംസാരിക്കും. നവകേരള സദസ്സിൽ എന്നതുപോലെ എല്ലാ മന്ത്രിമാരും സംസാരിക്കുകയും നേതാക്കളും സംസാരിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര സമയം വരെ ഉണ്ടാവും ഈ പ്രതിഷേധ സമരം? ഇന്നലെ കർണാടക സമരം അവസാനിച്ചത് വൈകുന്നേരമാണ്. അരുൺ, ഇന്നലെ 10:30 കർണാടകയുടെ സമരം അവിടെ ആരംഭിച്ചത്. പക്ഷേ 1:30 മുമ്പ് തന്നെ ആ സമരം അവർ അവസാനിപ്പിച്ച് മടങ്ങുകയാണ് ചെയ്തത്. അത്രയും ഇന്നലെ മുഖ്യമന്ത്രി അവിടെ നോക്കുകയാണെങ്കിൽ കർണാടക സമരം നോക്കുകയാണെങ്കിൽ സിദ്ധരാമയ്യയും ഒപ്പം DK ശിവകുമാറും മാത്രമാണ് ഇന്നലെ സംസാരിച്ചത്. കൂടുതൽ നേതാക്കൾ പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളുടെ നേതാക്കളെയൊന്നും അവർ ക്ഷണിച്ചിരുന്നില്ല അങ്ങോട്ട്. പക്ഷേ കേരളത്തിൻ്റെ പ്രതിഷേധം അങ്ങനെയല്ല. കേരളത്തിൻ്റെ പ്രതിഷേധം കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും MP മാരും മാത്രമല്ല മറ്റ് പാർട്ടികൾ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി നേതാക്കളായ ശരത് പവാർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭഗവന്ത് മാൻ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ നേതാക്കൾ എത്തുന്നൊരു സമരം കൂടി ആയതുകൊണ്ട് തന്നെ CPM-ന്റെ ദേശീയ നേതാക്കൾ പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും സംസാരിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും സമരം ഉച്ചയ്ക്കപ്പുറം പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉച്ചയോടെ സമരം അവസാനിക്കും എന്നാണ് നമ്മൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കാരണം ദില്ലിയിലെ ഒരു സാഹചര്യം നമ്മൾ അറിയാവുന്നതാണ്. ഡൽഹിയിൽ എപ്പോഴും സമരങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെയാണ് ആ സമരത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. നമ്മൾ പാർലമെന്റ് മാർച്ചെന്ന് ദില്ലിയിൽ നമ്മൾ സമരത്തിന് പറയുമെങ്കിൽ പോലും പാർലമെന്റ് മാർച്ചുകൾ പോലും സംഘടിപ്പിക്കപ്പെടുന്ന സ്ഥലം ജന്തർ മന്ദിറാണ്. എന്താണ് പ്രത്യേകത? അതെക്കാലം അങ്ങനെ തന്നെ പണ്ട് കാലം തൊട്ട് അങ്ങനെ തന്നെയാണ് ദില്ലിയുടെ സാഹചര്യം. ജന്തർ മന്ദിർ പ്രതിഷേധിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് യാഥാർത്ഥ്യം. എന്താണെങ്കിലും ഇന്നിപ്പോൾ ഈ വേദിയിലൂടെ ഈ വഴിയിലൂടെ ആയിരിക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ അങ്ങോട്ട് പോവുക, MLA-മാർ ഉൾപ്പെടെ പോവുക. അതേസമയം DMK അടക്കമുള്ള പാർട്ടികളും ഇന്നിപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. DMK ഇന്ന് കറുത്ത വസ്ത്രം ധരിച്ച അവർ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിക്കും. അതിന് പിന്നാലെ ഇങ്ങോട്ട് എത്തും. തിരുച്ചി ശിവ അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നോബലിലേക്ക് തിരിച്ചു വരാം. നോബൽ, നമുക്ക് ആ വേദി കൂടി ഒന്ന് പ്രേക്ഷകരെ കാണിക്കാം. ഇന്നിപ്പോൾ അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ജന്തർ മന്ദിറിലെ ആ വേദിയിലേക്ക് എത്തും. ഉച്ചവരെ ആയിരിക്കും പ്രതിഷേധമെന്നാണ് നമ്മൾ കരുതുന്നത്. ശരത് പവാർ അടക്കം പഞ്ചാബ് മുഖ്യമന്ത്രി അടക്കം ഇന്ന് കേരളത്തിന്റെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ കർണാടകയും ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ സമരം നടത്തിയതെങ്കിലും ഇന്ന് കോൺഗ്രസ് കേരളത്തിന്റെ കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കെടുക്കുന്നില്ല.